അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അജ്മൽ സാറിൻ്റെ ഉമ്മക്ക് അത് മാത്രമായിരുന്നു മനസ്സിലുള്ളത്. അതെ, തൻ്റെ മോൻ്റെ നിക്കാഹിനെ കുറിച്ച്. ഉമ്മ, നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുന്നത്? ബുഷ് ചോദിക്കുന്നു. മോളെ, മറ്റൊന്നുമല്ല, അത് മോൻ്റെ നിക്കാഹിനെ കുറിച്ചേ. ഉമ്മ, ഇക്കാക്ക സമ്മതിച്ചോ? ഇപ്പോൾ ഇക്കാക്കയോട് പറഞ്ഞോ നിങ്ങൾ? പറഞ്ഞിട്ടൊന്നുമില്ല മോളെ. ഇൻഷാ അല്ലാ വരുമ്പോത്തിന് കണ്ടുവച്ചാൽ എളുപ്പമാവുമല്ലോ. ഒന്ന് കാണാൻ പോകാനും ഒക്കെ സുഖമാവും ചെയ്യും. ഉമ്മ, നിങ്ങളെ മനസ്സിൽ എന്താ ഉണ്ടല്ലോ? ഞാൻ പറഞ്ഞല്ലോ മോളെ, ആ ഒരു നേഴ്സിൻ്റെ കാര്യം. ഉമ്മ, അതൊന്നും ഞമ്മക്ക് കിട്ടൂല, അതൊക്കെ വലിയ ജോലിക്കാരല്ലേ മോളെ. അതിപ്പോൾ പറയാൻ പറ്റൂല. ചിലവർ ഡോക്ടർമാർ, ചിലവർ ജോലി ഇല്ലാത്തവരെ കിട്ടുന്നത്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മോന് ജോലി ഇല്ലാതൊന്നുമില്ലല്ലോ. ഓന് ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടിയ ആളല്ലേ. ഇപ്പോഴല്ല അവന് ഗൾഫൊക്കെ പോയത്. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടുമല്ലോ, അതൊന്നും പ്രശ്നമില്ലല്ലോ. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഉമ്മ അവളോട് ചോദിച്ചിട്ടുണ്ടോ ഇഷ്ടങ്ങൾ? അതുപോലെ ഇക്കയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മോളെ, എൻ്റെ മനസ്സിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എൻ്റെ മോനെ ഞാൻ പറഞ്ഞതല്ലേ എടുക്കുള്ളൂ. എനിക്കറിയാലോ, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പാവം എൻ്റെ കുട്ടിയോട് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു, മോൻ പഠിപ്പിക്കണേ ട്യൂഷൻ സെൻറ്ററിലോ സ്കൂളിലൊക്കെ നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കോണ്ടി എന്നുള്ളത്. പാവം എൻ്റെ കുട്ടി. അങ്ങനെയാണ് മുസ്സിനെ നോക്കിയത്. എന്നോട് വന്ന് പറഞ്ഞിരുന്നോ, ഉമ്മ ഒരു പെൺകുട്ടിയുണ്ട്, അത് അവളവിടെ ചെറിയ ജോലിക്ക് വേണ്ടി കയറിയതാണ് സ്റ്റാഫായിട്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല, സുന്ദരിയായ പെൺകുട്ടിയാണ്, ഉമ്മക്ക് ഇഷ്ടപ്പെടും എന്തൊക്കെ തന്നെയായാലും. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ പോയിട്ട് വിവാഹം അന്വേഷിച്ചോ, അതായിരിക്കും നല്ലത്. നേരിട്ട് അവളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ ആയിരിക്കും. കാരണം അതല്ലേ നല്ലത്. രക്ഷിതാക്കളല്ലേ മക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് എൻ്റെ കുട്ടി പാവം നേരെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ എൻ്റെ കുട്ടിക്ക് വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ പേരിൽ ഓരോ നൂലാമാലകൾ, പിന്നെ ഓരോ അവിഹിതം വരെ വെച്ച് കെട്ടി എൻ്റെ കുട്ടിൻ്റെ പേരിൽ. പാവം. സാരമില്ല, എൻ്റെ മോന് ഞാൻ പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ ചെയ്തത്. ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാറില്ല. ഒക്കെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് എൻ്റെ കുട്ടി ചെയ്യുള്ളൂ. പക്ഷേ ആരൊക്കെയും എൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചു. സാരമില്ല ഉമ്മ, അത് മറ്റാരുമല്ല, മനസ്സിലായി. എന്തായാലും മുസ്സി അവൻ്റെ അടുത്തെത്തിയല്ലോ, സമാധാനമായി. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയുടെ കല്യാണക്കാര്യം നോക്കിയാൽ മതി. എന്നാൽ ഈ സമയം അതാ ഫിറോസ്. അവൻ ശരിക്കും മതമിളകിയ ആനയെപ്പോലെയാണ് എന്ന് തന്നെ പറയാം. ഫർഹബിയുമായി എപ്പോഴും പ്രശ്നമാണ് പല രീതിയിലും. അവൻ ഇറങ്ങി വന്നു ഉമ്മയുടെ വീട്ടിലേക്ക്. നിങ്ങളിവിടെ സുഖമായി ജീവിക്കുകയാണല്ലേ. എന്നോടൊരു വാക്ക് പറയാതെ അജ്മലിനെ കൊണ്ട് നിങ്ങൾ മോളങ്ങോട്ട് കെട്ടിച്ച് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഒരു ആങ്ങളെ നിൽക്കുന്നത്? അതിൻ്റെ ഉത്തരം എനിക്ക് ഇവിടെ കിട്ടണം. അത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ പൊന്നാര മോനെ, ഇജ്ജ് വാതിൽ പൊളിക്കല്ലേ. ചെതിൽ പിടിച്ച് ആടുന്നുണ്ട് ഈ വാതിൽ, അത് ഈ വലിച്ച് പൊട്ടിക്കല്ലേ. എന്താ പൊളിഞ്ഞങ്ങോട്ട് ചാടട്ടെ. നിങ്ങൾ കാട്ടിക്കൂട്ടിൽ എന്ത് കരുതിയിട്ടാണ് അജ്മലിൻ്റെ കൂടെ പറഞ്ഞയച്ചത് അവളെ? എന്തായിരുന്നു കുറേ കാലം സിനാൻ നടന്നിന്. നിങ്ങൾക്ക് കണ്ട ആൾക്കാരിപ്പോൾ മക്കളെ പറഞ്ഞേക്കാൻ വലിയ ഉഷാറാണല്ലോ. ഉമ്മയുടെ നേരെയാണ് അവൻ വീണ്ടും അടുക്കുന്നത്. ഹസനത്ത് മുന്നിലേക്ക് വന്നു. ഇക്കാക്ക, ഉമ്മയെ തൊട്ടു പോവരുത്. എന്തടി, മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് എത്തിയമായ ആ പെൺകുട്ടിയെ അവനതാ അവളുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളുന്നു. മോനെ, തൊട്ടു പോവരുത് എൻ്റെ കുട്ടിയെ. എന്തിനു ഓളെ ഉപദ്രവിക്കണേ? ഓളെന്തോ എന്നെ കാട്ടിയത്? ഒന്നുമില്ല, എല്ലാവരും ഓരോ ഇഷ്ടത്തിന്. ഓളുള്ള ഭർത്താവിൻ്റെ കൂടെ എന്നോട് കൂടെ ചോദിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഒന്നുമില്ലെങ്കിൽ മോനെ, ഈ ഒന്ന് അടങ്ങി നിൽക്ക്. നിക്കാഹ് കഴിച്ച ആളെ കൂടെയാണ് ഓള് പോന്നിട്ടുള്ളത്, അല്ലാതെ കണ്ട ആണുങ്ങളെ കൂടെ ഇറങ്ങി പോയിട്ടില്ല. കണ്ട ആണുങ്ങളെ കൂടെ ഇറങ്ങിപ്പോയിക്കണല്ലോ നിങ്ങളെ വലിയ മോള്, നിങ്ങളെ മുഹ്സിന. അതുപോരെ മാനക്കേട് നാണക്കേട് ഉണ്ടാക്കാൻ. എടാ, അടങ്ങി ഒതുങ്ങി നിൽക്ക്. ഒരിക്കലും എൻ്റെ മോൾ അങ്ങനെ കണ്ട ആൾക്കാരെ കൂടെ പോകില്ല. ഇവിടെ നാട് മൊത്തം പറഞ്ഞെടുക്കാണ്. ട്യൂഷൻ സെൻ്ററിൽ എന്തൊക്കെയാണ് നടന്നത് ഉമ്മാക്കറിയോ? ഫിറോസെ, അനാവശ്യം പറയരുത് എൻ്റെ മോളെ പറ്റി. അനാവശ്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് കണ്ട് വരി. നിങ്ങൾ പഴയ പോലെ എന്നെ പഠിപ്പിക്കുന്ന ഫിറോസ് അല്ല ഞാൻ. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ദർസ്, പള്ളി എന്നൊക്കെ പറഞ്ഞാൽ. നിർബന്ധിച്ച് എല്ലാവരും കൂടി എന്നെ പിടിച്ചിരുത്തി കൊണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡായിരുന്നത്. എന്തായിരുന്നു സോലിഹായ മോനാക്കാൻ.
അതുകൊണ്ടാണ് ഞാൻ കേടുന്നത്, പറ്റ കേട് വന്നു. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്ത കളികളൊന്നുമില്ല. ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഉപ്പയാണ് ഉമ്മ ഓർത്തത്. റബ്ബേ, എൻ്റെ കുട്ടിയെ ചെറുപ്പത്തിൽ കൊണ്ടാക്കി വളർത്തി പോറ്റി ഉണ്ടാക്കിയത് ഓനാണല്ലേ എൻ്റെ മുന്നിൽ വന്ന് ചിലക്കണത്. തള്ളേ, മൂങ്ങി നിൽക്കാതെ കാര്യം പറയും. എങ്ങോട്ടാണ് പെങ്ങൾ അജ്മൽ കൊണ്ടുപോയത്? അതെനിക്കറിയണം. എവിടെയായാലും നിനക്കെന്താ, ഓലോലോ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഉമ്മയും വിട്ടുകൊടുത്തില്ല. ഉമ്മ അതുതന്നെയാണ് പറഞ്ഞത്. എന്തിനാണ്ട് ഫിറോസെ നിരന്തരമായി ഇവിടെ നിന്ന് ശല്യപ്പെടുത്തുന്നത്? ആ വലിയൊരു വീടും വലിയൊരു കാറും അതൊക്കെ ഈ ഒറ്റക്ക് എൻ്റെ പെണ്ണുങ്ങളും ഒറ്റക്കല്ലേ ജീവിക്കണത്? നിങ്ങൾ ജീവിച്ചോളി, നിങ്ങൾ ആരും ശല്യപ്പെടുത്താൻ വരുന്നില്ല. ഞങ്ങൾ ഈ കൊച്ചു കുടലിൽ ഞാനും എൻ്റെ പെൺകുട്ടികളും ഇവിടെ കഴിഞ്ഞോളാം. ദയവായി ഇതിലേക്ക് ജി വരരുത്. ഇതും എൻ്റെ ബാപ്പുണ്ടാക്കിയ വീട് തന്നെയാണ്. ഇതിൽ നിന്നൊരു ഓരി എനിക്കും ഉണ്ടാവും. ഫിറാസ് കല്ല് തുല്ലിക്കൊണ്ടാണ് അത് പറയുന്നത്. ശരിക്കും അവൻ്റെ ഒരു ആർത്തി കണ്ട് ഉമ്മ സങ്കടപ്പെട്ടു പോയി. തരാം, ഒക്കെ തരാം. അനക്കുള്ളത് തന്നെ കേൾക്കാറല്ലോ ഇതും. എൻ്റെ ബാപ്പാൻ്റെ മുതൽ തന്നെയല്ലേ. ഞങ്ങൾക്കൊന്നും വേണ്ടടാ, ഞങ്ങൾക്കിതും വേണ്ട. എവിടെയെങ്കിലൊക്കെ ഒരു ഓലക്കീറി ചാരി വെച്ച് ഞാനും എൻ്റെ മോളും കഴിഞ്ഞോളാം. എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഓള് നിക്കാഹ് കഴിച്ചിക്കണ്, അത് ഓൻ കൊണ്ടോ. പിന്നെ ഞാനല്ലേ, ആയിക്കോട്ടെ. എനിക്ക് കിടക്കാൻ 6 അടി മണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളിതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പഠിച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് പോയാൽ മതി. ഈ ഭൂമിയിലുള്ള ജീവിതം എനിക്ക് മതി. ഞാൻ ഇറങ്ങിത്തരാടാ. എൻ്റെ ബാപ്പാൻ്റെ മുതലാണെങ്കിൽ ഇജ്ജെടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മ കണ്ണീരോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ ഹസനത്ത് വീണ്ടും എഴുന്നേറ്റു അവിടെ നിന്ന്. ഇക്കാക്ക, നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പോരാത്തതിന് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ശല്യപ്പെടുത്തുന്നത് എന്തിനാ? പോടി, ഇവിടെ സെൻറ്റിന് എത്ര വില എനിക്കറിയോ? ഇത് വിറ്റിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. എല്ലാവരും കൂടി ഇവിടെ എൻ്റെ വാപ്പാൻ്റെ മുതലാണ് എനിക്ക് അവകാശപ്പെട്ടത്. അല്ലാതെ പെങ്ങന്മാർക്ക് മാത്രമല്ല. പെങ്ങന്മാർക്ക് 3-1 ഭാഗ്യമുള്ളൂ. അല്ലാതെ ഒന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിക്കണ്ട. ഇജെൻ്റെ ആ അളിയനെയും കൊണ്ട് ഇവിടെ വന്ന് പാർക്കാൻ നിൽക്കണ്ട കേട്ടോ വെറുതെ. ഇതും എൻ്റെ വീടാണ്. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല. പഠിച്ചോനെ, എല്ലാം അവൻ പിടിച്ചെടുക്കുകയാണ്. ആയിക്കോട്ടെ, എടുത്തോട്ടെ റബ്ബേ. ദുനിയാവിൽ എനിക്കിപ്പോൾ മരണമാണ് ഹൈറെങ്കിലും റബ്ബേ, എന്നെ നീ കൊണ്ടുപോയിക്കോ. ഉമ്മ അതാണ് അപ്പോഴും ദുആ ചെയ്തിരുന്നത്. എന്നാലും ആ ഉമ്മ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് പുറത്തു കൊടുക്ക് എന്നായിരുന്നു അപ്പോഴും പ്രാർത്ഥിച്ചത്. തൻ്റെ മകൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല എന്നത് സാരം. എടാ ഫിറോസെ, എൻ്റെ ഭാര്യ ഈയും സുഖമായി അവിടെ ജീവിക്കണേ. ഞങ്ങൾ ആരും എന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. നിങ്ങൾ ജീവിച്ചോളി, ഞങ്ങൾക്കൊന്നും വേണ്ട. ഇവിടുന്ന് കിട്ടണ ആ ഒരു റേഷനിന് വെച്ച് ഞാൻ എൻ്റെ കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളാം. ദയവായി ഇജ്ജ് തലയിടാൻ വരരുത്. തലയിടാൻ എനിക്കുള്ള അവകാശം അവിടെ തരണം. ഇവിടെ സെൻറ്റിന് എത്ര പൈസ നിങ്ങൾക്കറിയോ? എല്ലാം തരടാ, ഒന്നും വേണ്ട. എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കരുത്. ഓളൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമെങ്കിലും ഇജിവിടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കണം. ആ ഉമ്മ ദയനീയമായി വിളിച്ചു പറഞ്ഞു. എന്താന്നില്ലേ, നിങ്ങളെ പെമ്മക്കളോട് ചെയ്യണതും എന്നോട് ചെയ്യുന്നതും തികച്ചും വ്യത്യസ്തമാണ്. എന്നോടൊരു വാക്ക് ചോദിക്കാതെ അജ്മലിനെ കൊണ്ട് നിങ്ങൾ ഓളെ കെട്ടിച്ച് കൊടുത്തത് ഞാൻ സമ്മതിക്കൂല കേട്ടോ. അല്ല ജീവിക്കാൻ ആ ചെങ്ങാനെ എൻ്റെ കൈ കിട്ടിക്കണമെങ്കിൽ കഴുത്ത് നെരിച്ച് ഞാൻ കൊല്ലും. ഓർത്ത് വെച്ചോളി. അജ്മൽ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ കുറച്ച് കാണാൻ ഗ്ലാമറുള്ള ചെക്കന്മാരെ കണ്ടാൽ പിന്നെ ഉമ്മാക്ക് ഓലെ കൊണ്ടാണ് കെട്ടിക്കണം. ആരാടാ പറഞ്ഞത് അജ്മലിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ചു എന്നുള്ളത്? ഉമ്മ അല്പം ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത്. ആരവിടെ പറയാൻ ബാക്കി? എല്ലാവരും പറയുന്നുണ്ട്. അതേ, കണ്ടതും കേട്ടതും ഇവിടെ വന്ന് ഈ പറയാൻ നിൽക്കണ്ട കേട്ടോ, ആവശ്യമില്ലാതെ. ഉമ്മ, നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കിപ്പോൾ? അത്രക്കും തെറ്റിനൊക്കെ കൂട്ടി നിൽക്കുകയാണ് നിങ്ങൾ. ഫിറോസെ, വീട്ടിൽ നിന്ന് ഇറങ്ങ്. ഉമ്മ ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത്. ദേ തള്ളേ, ഇറങ്ങാനുള്ളതല്ല, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടാണ്. നിങ്ങൾ നെറ്റിമല മുറി ഉണ്ടല്ലോ, മുഖം അടക്കി മുറിയാക്കാൻ എനിക്ക് അറിയായിട്ടല്ല കേട്ടോ. കയ്യും കാലും ഒടിച്ച് ഞാൻ മൂലക്കിലിടും. ഫിറോസിൻ്റെ സ്വഭാവം അത്രക്കും രൂക്ഷമായിരിക്കുന്നു. ഹസനത്ത് പേടിച്ചു. ഉമ്മ, അങ്ങോട്ട് പോവല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോവല്ലേ. ഓനിപ്പോൾ ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ അളകി നിൽക്കുകയാണ് ഓന്. എന്തായാലും ഉമ്മ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്നോട്ടെ. മൂപ്പർക്ക് അവകാശപ്പെട്ട വീടാണെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ. ഉമ്മ കരയുകയായിരുന്നു. പഠിച്ചോനെ, എന്താ റബ്ബേ ഞാൻ കാട്ടുക? 2 പെൺമക്കളും ഒരു മരുക്കളും മതി നിങ്ങൾക്ക്. വേറെ ആൺമക്കളും ഒന്നും വേണ്ടല്ലോ.
എന്താടാ ഈ പറയണത്? ഈയായിട്ടല്ലേ അവിടുന്ന്? ഒന്നും പറയണ്ട. ഫിറോസ് അതാ തിരിച്ചു പോവുകയാണ്. ഈ വീട് സ്വന്തമായി എടുക്കുക ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അവകാശം എനിക്കാണ് ഇതിൻ്റെ. അവൻ അത് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോയി. ഉമ്മ പൊട്ടിക്കരഞ്ഞു. മോള് ആശ്വസിപ്പിക്കുന്നു. ഉമ്മ നിങ്ങൾ കരയില്ലമ്മ, പഠിച്ചോ എല്ലാം കാണുന്നുണ്ടല്ലോ. ഇന്നല്ലെങ്കിലും നാളെ അതിനുള്ള ശിക്ഷ ഇക്കാക്ക കൊടുത്തോളും. ഇക്കാക്ക ഇങ്ങനെ ഉപദ്രവിക്കണേ എന്തിനാ റബ്ബേ ഞങ്ങളെ? ഞങ്ങൾ ഈ ഒരു ചെറ്റ കുടില് ഉപ്പുണ്ടാക്കിയ വീട്ടിലാണ് കഴിയുന്നത്. ഇക്കാക്കാക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അതാണിപ്പോൾ സംശയം പറയണത്. എൻ്റെ റബ്ബേ കാക്കണേ. എന്നാൽ ഈ സമയം അതാ ഫിറോസിൻ്റെ വീട്ടിൽ അവൾ ശരിക്കും സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടുത്തെ ഫർഹബി, ആദ്യ മരുമകൾ. രണ്ടാമത്തെ പെണ്ണിനോടാണ് കൂടുതൽ അവൻക്ക് സ്നേഹം. സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് അതാ അവൻ പോകുമ്പോൾ അവളും കൂടെ കയറുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ അതവൾക്ക് വല്ലാത്തൊരവസ്ഥയായി മാറി. നല്ല സ്നേഹമുള്ള ആൾ എന്തൊക്കെയായിരുന്നു, ഇപ്പോൾ ആയത് കണ്ടില്ലേ? നാശം പിടിച്ച സാധനം ഇവിടുന്ന് ഇറക്കി വിടണ് പെണ്ണിന് വേണ്ടത്. പെണ്ണ് എന്തൊരു സാധനമായിപ്പോയി. എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഫിറോസും അവളും പിറ്റേന്ന് രാവിലെ തന്നെ എങ്ങോട്ടോ മാറ്റിയിറങ്ങുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് ചോദിക്കാൻ ധൈര്യമില്ല. ഒരു പക്ഷേ ഫർഹബിക്ക് നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഭയന്നു. വേലക്കാരിയോടെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അവളും ഗമയിൽ മാറ്റിയൊരുങ്ങി തൻ്റെ ഇക്ക വാങ്ങിക്കൊടുത്ത പുതിയ ചുരിദാറെല്ലാം ഇട്ടുകൊണ്ട് പോകുന്നു. എങ്ങോട്ടാണ് അവ? മടുത്തു ജീവിതം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എഴുതി വെച്ച് കണ്ട് എന്തെങ്കിലും കാട്ടുക വേണ്ടത്. അല്ലാതെ എന്താ എൻ്റെ കുട്ടീനെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയില്ല. അവിടെ ഇത്ര സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊന്നുമില്ല. റബ്ബേ പഠിച്ചവനെ ഞാൻ എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ ഫർഹബി ആകെ പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഒരു വാഹനത്തിൻ്റെ ശബ്ദം. അതെ, അവൾ ഉണ്ടായിരുന്നില്ല, അവൻ മാത്രമായിരുന്നു. ഫർഹബിയുടെ അരികിലേക്ക് അവൻ വന്നു. എടീ, ഞാൻ പുതിയാപ്പിള ഇറങ്ങാണ്. പിന്നെ അതിന് നിൻ്റെ സമ്മതം വേണം. സമ്മതം? എന്തിന്? ഞാൻ രണ്ടാമത് കെട്ടാൻ പോവുകയാണ്. അതിൻ്റെ നീ സമ്മതിക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്കത് സമ്മതമല്ല. സമ്മതല്ലേ? സമ്മതല്ലെങ്കിൽ ഇപ്പം ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിക്കോണം. ഇപ്പം ഈ വീട്ടിൽ നിന്ന് നീയും എൻ്റെ കുഞ്ഞും ഇറങ്ങിക്കോണം. സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഇറക്കി വിടും ഞാൻ. പറയടി, നിങ്ങൾ നിക്കാഹ് കഴിച്ചോളൂ എന്ന് പറയാം. എൻ്റെ തൊള്ളോണ്ട് കൊണ്ട് പറയും. ഇല്ല, ഞാൻ പറയില്ല. പറയില്ല നീയെ? അവൻ്റെ ആ ശക്തമായ കൈകൾ കൊണ്ട് അതാ ഫർഹബിയുടെ നേരെ ഓങ്ങുകയാണ്. ഇല്ല, ഞാൻ പറയൂല. എന്നെ കൊന്നാലും ഞാൻ പറയൂല. അവൾ കരയുകയായിരുന്നു. പറയില്ല അല്ലേ നീയെ? ഒരിക്കലും പറയില്ല. ഇല്ല, ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് നീചനായൊരു മനുഷ്യനാണ്. ഉമ്മയും പെങ്ങളെയും ഒക്കെ ഇറക്കി വിട്ടു. ഇപ്പം എന്നെയും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പുതിയൊരു വിവാഹം, ഒരു വേലക്കാരിയെ കെട്ടുന്നു. നാശം പിടിച്ച സാധനം. എന്താണ് നീ പറഞ്ഞത്? അവളുടെ മുഖമടക്കി ഒന്നതാ കൊടുക്കുന്നു. ഓ, എന്താ അടിച്ച് നിൻ്റെ കണ്ണിയാൻ കലക്കും. പിന്നെ പറയടി, പുതിയാപ്പിള ഇറങ്ങിക്കോളൂ എന്ന് പറ. അല്ലേ എൻ്റെ കുട്ടിനെ ഞാൻ ഉണ്ടല്ലോ. ആ കുഞ്ഞിനെ അതാ അവൻ ഒരു കൈ കൊണ്ട് തൂക്കിയെടുക്കുന്നു. കുഞ്ഞ് കരയുന്നു. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല നിങ്ങൾ. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല നിങ്ങൾ. അന്നെ മാത്രമല്ല, എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഞാൻ പുഴയിലെറി. നോക്കിക്കോ. എന്താ നിങ്ങളീ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഫർഹബി ആകെ പേടിച്ചു പോയിട്ടുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ദുസ്വഭാവത്തിന് മുമ്പിൽ. എന്തെന്നറിയില്ല, എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിൽ. പറയടി, നീ പറയില്ലേ? അവളുടെ ചുണ്ടുകൾ അമർത്തി പിടിച്ചുകൊണ്ട് പറയുന്നു. പറ, നിക്കാഹിന് പൊയ്ക്കോളിന്ന് പറ. പുതിയാപ്പിള ഇറങ്ങിക്കോളിന്ന് പറ നീ. ഇല്ല, ഞാൻ പറയില്ല നീയെ. അവൾ കരയുകയായിരുന്നു. അവളുടെ മുഖം നോക്കി അവൻ തുരുതുരെ അടിക്കുന്നു. രണ്ടു ഭാഗത്തും അയാളുടെ ആ ഒരു ശക്തമായ വിരലുകൾ കൊണ്ട പാടുകൾ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എനിക്കത് ഇഷ്ടമല്ല നിങ്ങൾ വേറെ കല്യാണം കഴിക്കണത്. നിന്റെ വായ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഞാനത് അടങ്ങുള്ളൂ. പറയടി. അവൾ ഒരിക്കലും അത് പറയുവാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ അയാൾ കുഞ്ഞിനെ അതാ കാല് പിടിച്ച് പൊക്കിയെടുക്കുന്നു. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണോ അതോ എൻ്റെ നിക്കാഹ് നടക്കാൻ നീ സമ്മതിക്കണോ? ഇപ്പം പറയണം. രണ്ടിലൊന്ന് ഇപ്പം തീരുമാനിക്കണം.
തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ, അള്ളാഹുവെ എത്രയോ കഴിഞ്ഞുണ്ടായ കുഞ്ഞാണ്, ആ കുഞ്ഞിനെയാണ് അയാൾ ഉപദ്രവിക്കുന്നത്. സ്വന്തം ബാപ്പയാണല്ലോ എന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലാണ് അയാൾ ഉപദ്രവിക്കുന്നത്. കുഞ്ഞിനെ ഒറ്റക്കാലിൽ പിടിച്ച് പൊക്കി അയാൾ ഏത് നിമിഷവും നിലത്തേക്ക് എറിയും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞോ, അവസാന ചാൻസാണിത്, പറയണം, നീ നിൻ്റെ വായ കൊണ്ട് പറയണം, പറയടി. എൻ്റെ കുഞ്ഞൊന്നും നിങ്ങൾ ചെയ്യല്ലേ, കുഞ്ഞിനെ ഞാനെടുത്ത് എന്നെ കൂടെ പറയിപ്പിക്കണ്ട, ഇല്ലാതാക്കാൻ ഒരു പണിയില്ല, കൂടെ നിൻ്റെ കൂടെ തന്നെ 2 പേർക്കും അങ്ങ് കിടക്കാലോ ഖബറിൽ. അയാളുടെ ആ ഒരു ദുഷ്ടമനസ്സ്, അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പോയിക്കോളി, നിങ്ങൾ പുതിയ ഇറങ്ങിക്കോളി, നിങ്ങൾ നിക്കാഹ് കഴിച്ചോളി വേറെ. പക്ഷേ അപ്പോഴേക്കും അയാൾ ആ ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്നു. ഫോൺ ഓൺ ആക്കിക്കൊണ്ടായിരുന്നു അയാളത് പറഞ്ഞത്. നിങ്ങൾ പോയിക്കോളി, നിക്കാഹ് കഴിച്ചോളി, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു വഴിക്ക് വാ. അങ്ങനെ നിനക്ക് ആദ്യമേ സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്ര അടിയും കുത്തും കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ മോളെ. നിന്റെ കുഞ്ഞിൻ്റെ കൈപ്പറിക്കും കാൽപ്പറിക്കും വേർപ്പെടേണ്ട അവസ്ഥയും വരൂലായിരുന്നു. അല്ലെങ്കിലുണ്ടല്ലോ കാല് പിടിച്ച് കട്ടിലടിച്ച് കൊല്ലും, ഓർത്തോ 2 പേരെയും. പോയിക്കോളി, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോയിക്കോളി, പുതിയാപ്പിള ഇറങ്ങിക്കോളി. അങ്ങനെ അതാ അയാൾ ഇറങ്ങിപ്പോകുന്നു. ആ വാഹനത്തിൽ കയറി അവൾ നിസ്സഹയായി കരഞ്ഞു എന്നല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റബ്ബേ, എന്തിനെന്നെ അങ്ങനെ പരീക്ഷിക്കണേ. അവൾ ഫിറോസ്കയുടെ ഉമ്മയെ ഓർത്തു, പെങ്ങന്മാരെ ഓർത്തു. എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്, കുഞ്ഞിനോട്. അവരൊക്കെ ഈ ഒരു കാഴ്ച കണ്ടിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നോ? റബ്ബേ, എൻ്റെ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലാതെ എങ്ങനെ ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല. അതെ, മയക്കുമരുന്നിന് അടിമയായ അവന് എന്തൊക്കെയോ ചെയ്യുകയാണ്. അവൾ ആകെ നിസ്സഹയായി പോയി. പഠിച്ചോനെ കുട്ടിക്ക് എന്തേ പറ്റിയോ? കുഞ്ഞിനെ എടുത്ത് ഒഴിഞ്ഞു കൊടുത്തു, കാലിലും കൈകളും. കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. പഠിച്ചോരൻ്റെ കുട്ടിൻ്റെ കാലിന് എന്തേ പറ്റിയോവോ? കാല് പിടിച്ചളയാൾ പൊന്തിച്ച് പിടിക്കുന്നത്. റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കയറാൻ പറ്റൂല, സമ്മതിച്ചില്ലെങ്കിൽ കൊന്നുകളയും. റബ്ബേ, എന്തൊരു പരീക്ഷണമാണിത്. ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയും റബ്ബേ, ഞാൻ എവിടെ പോയി ജീവിക്കും? അവൾ ഒരു നിമിഷം ഓർത്തു ഉമ്മയുടെ അരികിൽ. വേണ്ട, അല്ലെങ്കിൽ പ്രാരാബ്ദം പട്ടിണിയാണ് അവറ്റകൾ. പിന്നെ എൻ്റെ സ്വന്തം വീട്, എൻ്റെ ആങ്ങളമാർ, അവർക്ക് എന്നും ബുദ്ധിമുട്ടാണ്. അവർക്കൊന്നും എന്നെ നോക്കാനും എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തികം ഇല്ല. റബ്ബേ, പഠിച്ചോനെ, ഇവിടെ തന്നെ കഴിയേ, എനിക്കറിയുന്നില്ല. അവളതാ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവിടെ ആ റൂമിലിരുന്ന് കരയുകയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. മണവാട്ടിയുടെയും മണവാളൻ്റെയും വേഷത്തിൽ അതാ ഫർഹബിയും തൻ്റെ ഭർത്താവ് ഫിറോസും കടന്നു വരുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ആ കാഴ്ച കണ്ട് അവൾക്ക് ബോധം നഷ്ടമാകുന്നത് പോലെ തോന്നി. പക്ഷേ അവൻ്റെ ആ ഗർജനം, ഡീ ഫർഹബി, എഴുന്നേൽക്ക്, സ്വീകരിക്ക്, അവളെ പിടിച്ചു കയറ്റ്, ഈ തറവാട്ടിലേക്ക് അവളെ പിടിച്ച് കയറ്റ്. അല്ലോ, ഞാനോ? നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ കുഞ്ഞിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അത് ചെയ്യണം. അവളാകെ പേടിച്ചു പോയി എന്ന് തന്നെ പറയാം. അവൾ പതുക്കെ പതുക്കെ വേച്ച് നടന്നു. ഏത് നിമിഷവും തനിക്ക് തല്ല് കിട്ടും എന്ന് പേടിയായത് കൊണ്ട് തന്നെ അവൾ അവിടെ അതാ അങ്ങോട്ട് ചെല്ലുന്നു. അതെ, മണവാട്ടിയായി പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന ആ ഒരു പെണ്ണിനെയാണ് അവൻ കണ്ടത്. ഒരു നിമിഷം അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. റബ്ബേ, മുഹ്സിനയുടെ ആഭരണങ്ങൾ, അവളുടെ ഡയമണ്ട് നെക്ലേസ്, അതൊക്കെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്താ, അവളെ കൈ പിടിച്ച് കയറ്റുന്നില്ലേ? വീണ്ടും തൻ്റെ പിന്നിൽ നിന്ന് ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയി. വിറക്കുന്ന കൈകളോടെ, വേഗം പിടിച്ച് കയറ്റടി, എന്താ നിനക്ക് ഇത്ര മടി? സ്വന്തം ഭാര്യയെ കൊണ്ട്, ആദ്യ ഭാര്യയെ കൊണ്ട് 2ാം ഭാര്യയെ കൈ പിടിച്ച് കയറ്റേണ്ടി വന്ന ഫർഹബിയുടെ ആ ഒരു അവസ്ഥ, അത് എത്രമാത്രം വേദനാജനകമായിരിക്കും. അവളുടെ കൈ പിടിച്ച് അതാ കയറ്റുന്നു. കണ്ണീർത്തുള്ളികൾ അവളുടെ കൈകളിലൂടെ അതാ ഒലിച്ചുറ്റി വീഴുന്നു. അവൾ മന്ദസ്മിതം തൂകിക്കൊണ്ട് അകത്തേക്ക് കയറി. കൊണ്ടു ചെല്ല്, മുകളിലത്തെ റൂമിലേക്ക് കൈ പിടിച്ച് കൊണ്ടു ചെന്നിരുത്ത് അവളെ.
തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു പീഡനങ്ങൾ എന്താ നിനക്കങ്ങ് നീങ്ങാത്തെന്താ? സങ്കടത്തോടെ അതാ അവളുടെ കൈ പിടിച്ച് അവൾ മുകളിലത്തെ റൂമിലേക്ക് അതാ മുഹ്സിനയ്ക്ക് വേണ്ടി അറബിയുമ്മ ഉണ്ടാക്കിയ, മുഹ്സിനക്കും സിനാനും വേണ്ടി അറബിയുമ്മ ഉണ്ടാക്കിയ ആ ഒരു റൂമിലേക്ക് അതാ നിറയുന്ന കണ്ണുകളോടെ ഫർഹബി തൻ്റെ ഭർത്താവിൻ്റെ ഈ രണ്ടാം ഭാര്യയെ കൈ പിടിച്ച് കൊണ്ടാക്കുന്നു. റബ്ബേ, എന്തൊരു വിധി! ഒരു നിമിഷം പോലും ഇനി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ കുഞ്ഞ്. പിന്നാലെ തൻ്റെ ഭർത്താവുമുണ്ട്. ഇറങ്ങിപ്പോയിക്കോ, മതി, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഗർജനം കേട്ട് അവളൊന്ന് ഞെട്ടി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തൻ്റെ റൂമിലേക്ക് തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടിച്ചെന്നു. അവിടെ കിടന്ന് വിതുമ്പി കരഞ്ഞു. അല്ലാ റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. ഞാൻ സ്റ്റോറികൾ പറയുമ്പോൾ പലരും പറയുന്നു കള്ളക്കഥകൾ, കെട്ടുകഥകൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് ഇതുപോലുള്ള കഥകൾ. അതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കഥ പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി രണ്ടാം ഭാര്യയെ കല്യാണം കഴിക്കുവാൻ വേണ്ടി, അവളെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടി സമ്മതം ഭീഷണിയുടെ സ്വരത്തിൽ മുഴക്കിയ എത്രയോ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എല്ലാം കെട്ടുകഥകളാണ്, കള്ളക്കഥകളാണ് എന്ന്. പക്ഷേ കള്ളക്കഥകൾ പറയേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പേരുകളിൽ അല്പം മാറ്റം വരുത്തി, തറവാട് പേരുകളിലും അതുപോലെ കഥാപാത്രങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പലരും പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഇതെല്ലാം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ അനുഭവിച്ച ഒരുപാട് ആളുകൾ എന്നോട് കഥ പറഞ്ഞവരുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് അവരുടെ അനുഭവ കഥകൾ പറഞ്ഞതുണ്ട്. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഉമ്മമാർ, ഭാര്യമാർ, ചില ഭർത്താക്കന്മാർ, അവരുടെ എല്ലാം യഥാർത്ഥ സംഭവങ്ങളാണ് ഞാനിതിലൂടെ പറയുന്നത്. അല്ലാതെ ഒരിക്കലും വെറും കെട്ടുകഥകൾ മാത്രമല്ല. ഞാനിന്ന് പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ സ്റ്റോറിയിൽ നിമിഷപ്രിയയുടെ ആ ഒരു കഥയൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്തൊക്കെ തന്നെയാലും പടച്ചറബ് അവരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ജീവിതത്തിൽ സങ്കടങ്ങൾ പേർ നടക്കേണ്ടി വന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.